നമ്മുടെ ശരീരം പോലെയോ അതിലധികമോ പ്രാധാന്യമേറിയതാണ് നമ്മുടെ മനസ്സും. ആർക്കും പിടികൊടുക്കാത്ത ഒരു മഹാസമസ്യയാണത്. എന്നാൽ മഹത്തായൊരു അനുഗ്രഹവും. അതിൻ്റെ ഓളപ്പരപ്പിൽ ചെറിയൊരു വ്യതിയാനം മതി എല്ലാ താളവും തെറ്റാൻ. ശരീരത്തിന് രോഗം വന്നാൽ താരതമ്യേന വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതിനാൽ ചികിത്സ എളുപ്പമാണ്. എന്നാൽ മനസ്സിനെ രോഗം ബാധിച്ചാൽ ഒട്ടുമിക്കവർക്കും അത് രോഗമാണെന്ന് മനസ്സിലാകില്ല. മനസ്സിലായാൽ തന്നെ ചികിത്സ തേടേണ്ടി വരുമ്പോൾ വീണ്ടും സന്ദേഹം, മറ്റാരെങ്കിലും അറിഞ്ഞെങ്കിലോ? മാനസിക രോഗിയെന്ന് ഒരിക്കൽ മുദ്രകുത്തപ്പെട്ടാൽ ജീവിതത്തിൽ പിന്നെ ആ പേരുദോഷം മാറിയില്ലെങ്കിലോ? അസുഖം കൂടുതൽ സങ്കീർണവും അപകടകരവുമായ തലത്തിലെത്തി പിടിവിട്ടി നാലാൾ അറിയുന്ന നിലയിലെത്തിയാലേ പലരും ചികിത്സിക്കാൻ ഒരുമ്പെടൂ. ചികിത്സയ്ക്ക് ആര് സമീപിക്കണം എന്നതാണ് പിന്നീടുള്ള പ്രശ്നം. മനഃശാസ്ത്ര ചികിത്സാരംഗം ഏറെ പുരോഗതി പ്രാപിച്ച ഇക്കാലത്ത് ഒട്ടുമിക്ക മാനസിക രോഗ പ്രശ്നങ്ങൾക്കും ഫലപ്രദമായ ചികിത്സയുണ്ട്. വിവിധ രീതിയിലുള്ള ഔഷധരഹിത തെറാപ്പികളിലൂടെയാണ് മനഃശാസ്ത്ര ചികിത്സകൻ രോഗം സുഖപ്പെടുത്തുന്നത്. ഉത്കണ്ഠ, വിഷാദം, OCD അഥവാ വസ്വാസ്, പഠന വൈകല്യങ്ങൾ, ഉറക്കമില്ലായ്മ, വിക്ക്, കുടുംബ ബന്ധങ്ങളിലെ അസ്വാരസ്യങ്ങൾ തുടങ്ങി ആളുകളിലുണ്ടാവുന്ന വ്യക്തിത്വ സംബന്ധിയായ അസ്വാഭാവികതകൾ, കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ എന്നിവരിലുണ്ടാവുന്ന പ്രത്യേക മാനസിക പ്രശ്നങ്ങൾ എന്നിവയാണ് ഇന്ന് കണ്ടുവരുന്ന പ്രധാന മാനസിക രോഗങ്ങൾ. മാനസിക രോഗങ്ങളിൽ വലിയ അപകടകാരിയാണ് വിഷാദം. സമയത്ത് വേണ്ട ചികിത്സ നൽകിയാൽ ഈ രോഗം ഭേദപ്പെടുത്താവുന്നതേയുള്ളൂ. ഉന്മേഷക്കുറവ്, ജോലി ചെയ്യാൻ മടി, ജീവിത നൈരാശ്യം, സ്വയം മോശമാണെന്ന തോന്നൽ, കുടുംബത്തിലും കൂട്ടുകാർക്കിടയിലും ഒറ്റപ്പെടൽ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലെന്ന തോന്നൽ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ബുദ്ധിമുട്ടുകൾ കാരണം മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ ക്രമേണ നശിക്കുന്ന ദുരവസ്ഥ എന്നീ മാനസിക ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് വിഷാദത്തിൻ്റെ തുടക്കമാണെന്ന് മനസ്സിലാക്കണം. ഭാവിയെക്കുറിച്ചുള്ള വേവലാതിയാണ് ഉത്കണ്ഠയിലേക്ക് നയിക്കുന്നതെങ്കിൽ പഴയ കാലത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഒരാളെ വിഷാദത്തിലേക്ക് നയിക്കുന്നത്. എന്താണ് വിഷാദം? തലച്ചോറിലെ നാഡീപ്രേഷണ വ്യവസ്ഥയിലുണ്ടാകുന്ന ക്രമക്കേടുകൾ ശാരീരിക മാനസിക തലങ്ങളിലെ പലതരം അസ്വാസ്ഥ്യങ്ങളായി പരിണമിക്കും. അവയുടെ ആകെത്തുകയാണ് ഡിപ്രഷൻ. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ചെക്ക് ചെയ്യാൻ ഏതാനും ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? കാമായിരിക്കാൻ പറ്റുന്നുണ്ടോ? ഓവർ തിങ്കിങ് ഉണ്ടോ? ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഓവറായി ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? 6 മണിക്കൂർ തുടർച്ചയായി സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? കിടന്നിട്ട് 20 മിനിറ്റിനുള്ളിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കോൺസെൻട്രേറ്റഡ് ആയി ഒരു ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യുന്ന ജോലി പൂർത്തിയാക്കാൻ പറ്റുന്നുണ്ടോ? നീട്ടിവെക്കുന്ന സ്വഭാവമുണ്ടോ? ഉറങ്ങി എണീക്കുമ്പോൾ ഒരു റെസ്റ്റ് കിട്ടിയ ഫീൽ ഉണ്ടോ? അതോ വീണ്ടും ഉറങ്ങാൻ തോന്നുന്നുണ്ടോ? മറ്റുള്ളവരുമായി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വറീഡ് ആവാറുണ്ടോ? സ്ട്രെസ് മാറാൻ അൺഹെൽത്തി ഹാബിറ്റ്സ് ഉണ്ടോ? തമാശകൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരാറുണ്ടോ? ഇതിൽ 7ൽ കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്രഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നിന്നും മാറി ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ ചില മാർഗങ്ങൾ പറയാം. നമുക്ക് വിശ്രമം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഉറക്കം ശരീരത്തിന് ഉന്മേഷവും ആരോഗ്യവും നൽകുന്നു. ഉറക്കത്തിന് ശല്യമാകുന്ന എല്ലാം ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കുക. എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് അനുഭവിക്കുക. നിങ്ങളുടെ തോന്നലുകൾ മാറിക്കൊണ്ടിരിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടാതിരിക്കുക. നമ്മുടെ തെറ്റുകൾക്ക് നമ്മോട് തന്നെ ക്ഷമാപണം നടത്തുക. ഭൂതകാലത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് തിരുത്താനും അതുവഴി അത് മറക്കാനും ശ്രമിക്കുക. മാനസികാരോഗ്യത്തിന് ഈ തിരിച്ചറിവ് അത്യാവശ്യമാണ്. നല്ലൊരു കേൾവിക്കാരനെ കണ്ടെത്തുക. നിങ്ങൾക്ക് തുറന്നു സംസാരിക്കാനും വിശ്വസിക്കാനും പറ്റുന്ന ഒരാളെ കണ്ടെത്തുക. മാനസിക സമ്മർദ്ദം വളരെയധികം കുറയും. പരസ്പരം തുറന്നു സംസാരിക്കുന്ന 2 പേർക്ക് മാനസിക സമ്മർദ്ദം വളരെ കുറയുന്നതായി പഠനം തെളിയിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ നേട്ടങ്ങൾ പോലും ആഘോഷിക്കുക. ഇത് നിങ്ങളെ വിഷാദത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നതിന് ഏറെ സഹായിക്കും. നല്ലൊരു പിന്തുണ കണ്ടെത്തുക. ചിലപ്പോൾ അത് നിങ്ങളുടെ കുടുംബമോ സുഹൃത്തുക്കളോ ആകാം.
നിങ്ങളെ സ്നേഹിക്കുകയും പ്രചോദനം നൽകുകയും ചെയ്യുന്നത് ആരാണോ അങ്ങനെ ഒരാളെ കണ്ടെത്തുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിൽ നിന്നും പുറത്തു കടക്കാൻ സഹായിക്കും. ആരോഗ്യദായകമായ ഭക്ഷണം ഉറപ്പുവരുത്തുക. ഏതെല്ലാം ഭക്ഷണമാണ് നിങ്ങളെ ഉഷാറാക്കുന്നതെന്നും ഏതെല്ലാമാണ് സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതെന്നും കണ്ടെത്താൻ കുറച്ചു സമയം നീക്കിവെക്കുക. ഭക്ഷണ ക്രമീകരണം ആരോഗ്യമുള്ള മനസ്സ് നേടിയെടുക്കുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സ്വയം മെച്ചപ്പെടുത്തുന്നതിനും സ്വയം പ്രചോദിപ്പിക്കുന്നതിനും ഇത് സഹായകരമാണ്. വ്യായാമം. സ്ഥിരമായിട്ടുള്ള വ്യായാമം മാനസിക സമ്മർദ്ദം കുറച്ചു കൊണ്ടുവരുന്നു. നിങ്ങളുടെ ശരീരത്തിലും ജോലിയിലും വ്യായാമം ഊർജ്ജസ്വലത പ്രദാനം ചെയ്യുന്നു. ഇത് തലച്ചോറിനും വളരെ ഗുണപ്രദമാണ്. സൂര്യപ്രകാശം കൊള്ളുക. സൂര്യപ്രകാശം നമ്മെ ഊർജ്ജസ്വലരാക്കുന്നതോടൊപ്പം മാനസികാരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു. ഇത് വിഷാദത്തെ പ്രതിരോധിക്കുന്നു. വിനോദത്തിനായി സമയം കണ്ടെത്തുക. ലഹരി പദാർത്ഥങ്ങൾ നിർത്തുക. മറ്റുള്ളവരെ സഹായിക്കുക. അച്ചടക്കമുണ്ടാക്കുക. പുതിയ അറിവ് നേടുക. കലാപ്രവർത്തനങ്ങൾക്കായി സമയം ചിലവഴിക്കുക. സുഹൃത്തുക്കളെ നിലനിർത്തുക. ആശങ്കയില്ലാതെ തീരുമാനമെടുക്കുക. ഒമേഗ ഫാറ്റി ആസിഡുകൾ, ഫോളിക് ആസിഡ് ഇവ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. നല്ല വിദ്യാഭ്യാസം, നല്ല സംസ്കാരം, ആരോഗ്യമുള്ള പാരമ്പര്യം, നല്ല വിവരം, വിവേകം ഇങ്ങനെയുള്ളവ കൈവശമുള്ളവന് മാനസികവും ശാരീരികവുമായ ആരോഗ്യമുണ്ടായിരിക്കും. അന്ധവിശ്വാസങ്ങൾ കുറവായിരിക്കും. മനസ്സിന് വലിയ സമാധാനം ഉണ്ടാക്കുന്നു. അവന് രോഗം, ഭാവി എന്നിവയെക്കുറിച്ചുള്ള ആകാംക്ഷയില്ല. പക്ഷേ വിദ്യാഭ്യാസം നല്ലതായതുകൊണ്ട് മാത്രം കാര്യമില്ല. വിവരവും ലോകപരിചയവും വേണം. മനുഷ്യന് ഗുണമുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. വിദ്യാഭ്യാസം, മനഃശക്തി, ലാഘവത്വം, ആരോഗ്യപരമായ സാമൂഹിക ബന്ധം ഇവയൊക്കെയുള്ളവർക്ക് മനോവൈകല്യങ്ങൾ പെട്ടെന്നുണ്ടാകാറില്ല. അസുഖങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.